ഒരു ദിവസം മുൻപ്, അതായത് കഴിഞ്ഞ ദിവസം ന്യൂസ് ഇന്ത്യ മലയാളം ഒരു വാർത്ത നൽകിയിരുന്നു. മോദിയെ പുകഴ്ത്തിയതിന് രണ്ട് യൂട്യൂബർമാരെ തൂക്കിക്കൊന്നു എന്ന് പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയയും അവിടുത്തെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചായിരുന്നു ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം ഈ രണ്ട് കാണാതായ 19 വ്ളോഗേഴ്സിലെ 2 പേർ, സന അംജദും സാഹിദ് ചൗധരിയും മീഡിയയുടെ മുമ്പിൽ എത്തുകയും തങ്ങളെ ആരോ തട്ടിക്കൊണ്ടുപോയതാണെന്നും കൊലപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ വ്യാജ വാർത്തകൾ നൽകുകയാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ എന്ന രീതിയിലുള്ള വലിയ കമൻറ്റുകളും വന്നു. പക്ഷേ ഇപ്പോഴത്തെ വാർത്ത അതൊക്കെ സത്യമായിരുന്നു, തൂക്കിലേറ്റിയതല്ല. അവിടെ സോഷ്യൽ മീഡിയയിൽ വലിയ നിയന്ത്രണങ്ങൾ തന്നെ പാക് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നു. അത് അവർ ഒഫീഷ്യലായി ഇപ്പോൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ട്. അവർ പറയുന്നത് തെറ്റായ വിവരങ്ങൾ നൽകുന്നതും നേതാക്കന്മാരെയും ജുഡീഷ്യറിയെയും സൈന്യത്തെയും ഒക്കെ മോശമായി ചിത്രീകരിക്കുന്നതുമൊക്കെ ക്രിമിനൽ കുറ്റമാണ്, തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് എന്നാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ പാസാക്കിയ നിയമം പറയുന്നത്. ഒപ്പം തന്നെ സോഷ്യൽ മീഡിയകൾ, അതായത് യൂട്യൂബും സോഷ്യൽ മീഡിയയും അടക്കം സർക്കാർ അതോറിറ്റി രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്യാത്ത ചാനലുകൾ ഇല്ലെങ്കിൽ യൂട്യൂബ് വ്ളോഗർമാരൊക്കെ നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് ചെയ്യുന്നതെന്ന് സർക്കാർ കണക്കാക്കും. അവർക്ക് 20 ദശലക്ഷം രൂപയാണ് പിഴയായി നൽകേണ്ടത്. കഴിഞ്ഞ കുറേ കാലമായി ഇമ്രാൻഖാൻ്റെ പേര് പോലും മീഡിയയെ പറയരുത് എന്നൊരു നിർദ്ദേശം സർക്കാർ നൽകിയിരുന്നു. അവിടെയാണ് നരേന്ദ്രമോദിയുടെയും ബ്രഹ്മോസ് മിസൈലിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞ് പാക് വ്ളോഗർമാർ വ്ളോഗുകളും യൂട്യൂബും മറ്റുമൊക്കെ ചെയ്യുന്നത്. ഏതായാലും ആ വാർത്തയിൽ ആ തൂക്കിക്കൊല്ലൽ ഒഴിവാക്കിക്കൊണ്ട്, ഇല്ലെങ്കിൽ ആ തൂക്കിക്കൊന്നത് പാക് മീഡിയകൾ തന്നെയാണ്, സോഷ്യൽ മീഡിയകൾ തന്നെയാണ് പറഞ്ഞിരുന്നത്. അത് ഒഴിവാക്കിയാൽ ബാക്കി എല്ലാം സത്യമായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി പാകിസ്ഥാനിലെ പത്രക്കാർക്കും വ്ളോഗർമാർക്കും യൂട്യൂബർമാരെയും എല്ലാം അടിച്ചമർത്തുകയും അവരെ കാണാതാകുകയും ചെയ്യുന്നത് നിത്യസംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം അവിടുത്തെ സർക്കാരിനെതിരെയോ ഇല്ല എങ്കിൽ അയൽരാജ്യമായ ഇന്ത്യയിലെ ഭരണത്തെക്കുറിച്ചോ ഒക്കെ വീഡിയോ ചെയ്യുന്നവരെയാണ് കാണാതാകുന്നത്. പാകിസ്ഥാനിൽ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ള ആ ഒരു നിലവിളി തുടങ്ങിയിട്ട് നാളുകൾ ഏറെ ആയിരിക്കുന്നു. ഏതായാലും അന്ന് വന്ന വാർത്ത സത്യമായിരുന്നു. കാരണം പാക് സർക്കാരിൻ്റെ സൈന്യം തന്നെയാണ് ഇവരെ തട്ടിക്കൊണ്ടു പോയത് എന്നുള്ള സംശയം ബലപ്പെടുന്നു. ഒരുപക്ഷെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ ബ്ലോഗർമാരെ കാണാതായതിനെക്കുറിച്ച് വാർത്തകൾ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അവരെ മീഡിയയുടെ മുമ്പിൽ എത്തിക്കുകയും തങ്ങളെ ആരൊക്കെയോ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു എന്ന് പറയേണ്ടി വരികയും ചെയ്ത സാഹചര്യം. ഏതായാലും വാർത്ത ഏതാണ്ട് 90% സത്യമായിരുന്നു. അതായത് ഇവരെ തൂക്കിലേറ്റിയില്ല എന്നു മാത്രം ഇഞ്ചപ്പരുവമാക്കിയിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് ഇനി പഴയതുപോലെ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ പാകിസ്ഥാനിൽ കഴിയുകയുമില്ല. ന്യൂസ് ഇന്ത്യ മലയാളം.